ഇന്ന് രുക്മിണി ദ്വാദശിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീമതി രുക്മിണി മയ്യ ഈ ഭൂമിയിൽ അവതരിച്ച ദിവസമാണ്. ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായിട്ട് രുക്മിണി ദേവി തന്നെയാണ് വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയായിട്ടിരിക്കുന്നത്. രുക്മിണി ദേവിയാണ് ശ്രീമതി രാധാറാണി ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തായിട്ട്. അതേ ശ്രീമതി രാധാറാണിയാണ് രുക്മിണി ദേവിയാകുന്നതും മറ്റു ഭാര്യമാരാകുന്നതും എല്ലാം ശ്രീമതി രാധാറാണിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. ശ്രീമതി രുക്മിണി മയ്യ ഭഗവാന്റെ ലീലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഭഗവാന്റെ ശക്തിയാണ് ദേവി, പക്ഷെ എന്നാൽ ആ ലീലയുടെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാനെ ഒരിക്കലും കണ്ടിട്ടില്ല. കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ ലീലകൾ കേൾക്കുമായിരുന്നു. നാരദ മഹർഷി വന്നിട്ട് ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ ഒരു മതിലിനപ്പുറത്തായിട്ട് ദേവി എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പുറയിലിരുന്നു കൊണ്ട് ഭീഷ്മകൻ്റെ ആ കൊട്ടാരത്തിൽ നടക്കുന്ന സഭയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പല പല രാജ്യകാര്യങ്ങളൊക്കെയാണ് നാരദ മഹർഷി പറയുന്നത്. പക്ഷെ നാരദ മഹർഷിക്ക് അറിയാം ഇത് ഒരാൾ കേൾക്കുന്നുണ്ടെന്ന്. ഭഗവാനെക്കുറിച്ച് ഭഗവാൻ ചെയ്ത വീരസാഹസികത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ദേവി ഇങ്ങനെ കേട്ട് 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 ഭഗവാനോട് വലിയ പ്രേമമാവുകയാണ്. എന്നിട്ട് ദേവിയുടെ സ്വയംവരം നിശ്ചയിക്കുകയാണ്. ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചത്. അപ്പോഴാണ് ദേവി ഒരു ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു എഴുത്ത് അയച്ചു കൊടുക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള പാട്ട് നിങ്ങൾക്കറിയാം. വിനതി സുനിയേ നാഥ് ഹമാരേ. ഇത് മഹാഭാരതത്തിലെ പാട്ടാണ്. മഹാഭാരതത്തിൽ പണ്ടത്തെ സീരിയലില്ലേ, അതിൽ വന്നൊരു പാട്ടാണ്. അതിമനോഹരമായിട്ട് രുക്മിണി ദേവി എഴുതിയ എഴുത്തിനെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണത്. അന്നേരം ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, എന്നെ വന്ന് കൊണ്ടുപോകണേ കൃഷ്ണ, അങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭഗവാൻ വരികയാണ്. ഭഗവാൻ വന്ന് രുക്മിണി ദേവി കൊണ്ടുപോവുകയാണ്. ഇതേപോലെ നമ്മളും ഭഗവാനെ കണ്ടിട്ടില്ല, ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. കേട്ട് കേട്ട് ഭഗവാനോടുള്ള ഇഷ്ടം നമുക്ക് ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയും വർദ്ധിക്കണം, ഇനിയും വർദ്ധിക്കണം, ഇനിയും വർദ്ധിക്കണം. രുക്മിണി മയ്യയുടെ ഉള്ളിൽ എങ്ങനെയാണോ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം ഭഗവാൻ്റെ അടുത്ത് പോകണം, ഭഗവാന്റെ ഭാര്യയായി ഭഗവാനോടൊപ്പം എന്നും ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം, അതേപോലെ നമ്മുടെ ഉള്ളിലും അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം. പക്ഷേ ശിശുപാലനെയും ജരാസന്ധനെയും പോലെ ഒരുപാട് ദുഷ്ടന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സാണ്. കാമം, ക്രോധം, മോഹം, ലോകം, മത്സരാദികൾ അതെല്ലാം നമ്മളെ ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഭഗവാനിൽ നിന്നുള്ള പരിശുദ്ധ ഭക്തിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നു. അതുകൊണ്ട് നമ്മൾ രുക്മിണി ദേവിയെടുത്ത് പ്രാർത്ഥിക്കണം. ദേവിയെടുത്ത് നമ്മളെ പരിശുദ്ധ ഭക്തിയിലേക്ക് നയിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ. രുക്മിണി മയ്യ കി ജയ്.